ഇനി പി ജെയിംസ് ചേരുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ്. തുർക്കിയുടെ പ്രസ്താവന കൂടി വന്നതോടെ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് യുദ്ധത്തിന്റെ ഗതികൾ മാറുന്നത്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ വ്യാപിക്കുകയാണ്, കൂടുതൽ രൂക്ഷമാവുകയാണ്. നമ്മൾ ആശങ്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമായി തീരുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനായിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ഈ ലാരിജാനി. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇറാന്റെ സ്പീക്കറായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു. ഒരുപക്ഷെ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവ് മുസ്തഫ അലി ഖമനായിയുടെ മകനേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെട്ടിരുന്ന ആളാണ് ലാരിജാനി. ഒരുപക്ഷെ ഈ ആയത്തുള്ള ഖമനായിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് കരുതിയിരുന്ന ആളാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള റെവല്യൂഷണറി ഗാർഡ്സുമായിട്ട്, സൈന്യവുമായിട്ട്, മതപണ്ഡിതരുമായിട്ടൊക്കെ ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയിരുന്ന ആളെയാണ് ഈ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ലാരിജാനിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ തലവനായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള കോഷ റാസി സുലൈമാനിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ മൊജ്തബ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയെന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ വാർത്തകൾ എസ് കെ എൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ മണിക്കൂറുകളിലൊക്കെയാണ് വ്യക്തമായിട്ട് വരുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമനായിയുടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കോമ്പൗണ്ടിനടുത്തുള്ള തൻ്റെ ഭവനത്തിൽ. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ അറ്റാക്ക് വരുന്നതിന് മുമ്പ് തൻ്റെ പൂന്തോട്ടത്തിൽ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ആ സമയത്താണ് കെട്ടിടത്തിന് മേൽ ബോംബ് വീണത്. അദ്ദേഹത്തിൻ്റെ ഈ മുസ്തഫ അലി ഖമനായിയുടെ ഭാര്യയും അതുപോലെ തന്നെ മകനും ഒക്കെ കൊല്ലപ്പെട്ടു. സെക്യൂരിറ്റി ഗാർഡ്സ് കൊല്ലപ്പെട്ടു. കാലിൽ പരിക്കുകളോടെ മുസ്തഫ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ റഷ്യയിൽ കൊണ്ടുപോയി എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയുണ്ട്. എന്തായാലും മുസ്തഫ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപനം, ലാരിജാനിക്ക് പിന്നാലെ മുസ്തഫയെ കണ്ടെത്തി വധിക്കുമെന്നാണ്. ആരൊക്കെ ഇസ്രായേലിനെതിരെ തിരിയുന്നു? എന്തായാലും ഇറാൻ വെറുതെ ഇരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇറാൻ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ, വലിയ രീതിയിലുള്ള ഇത് ജെറുസലമിൽ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളായിട്ടുള്ള ടെല്ലവീവ് തലസ്ഥാനം, ഹൈഫ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇസ്രായേലിൽ വലിയ ആക്രമണം നടത്തുകയാണ്. അതിനിടയിൽ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വലിയ പ്രചരണം നടക്കുകയാണ്, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അതിന് എതിരായിട്ടുള്ള തെളിവായി അദ്ദേഹം ഒരു കമാൻഡ് സെൻറ്ററിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സേന. പക്ഷെ അതേക്കുറിച്ച് പറയുന്നത് ഇത് നേരത്തെയും ഹെറാറ്റ്സ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, AI ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണെന്ന് അറിയില്ല എന്ന് ഇറാനും മറുപക്ഷവും പറയുന്നു. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് അതീവ സംഘർഷ മേഖലയായിട്ട് മാറുകയാണ്. അവിടെ ഇറാൻ്റെ കപ്പലുകളും അതുപോലെ തന്നെ മൈൻ വിതറുന്ന കപ്പലുകളൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് US അവകാശപ്പെടുന്നു. അമേരിക്ക വല്ലാത്തൊരു ഇതിലാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും ഇറാനിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നു. അവരൊക്കെ തകർത്ത് കളയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈദ്ഗാഹുകളൊക്കെ വേണ്ടെന്ന് UAE തീരുമാനിക്കുന്നു. പെരുന്നാളിൻ്റെ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇത്രയും വലിയ ആക്രമണം നടക്കാൻ കാരണം അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ഇടപെടലാണ്. അമേരിക്ക ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ്. എണ്ണ വില കൂടിയിരിക്കുന്നു, പാചകവാതകം കിട്ടാനില്ല. ഒരുപാട് പേര് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ലെബനോനിലും ഇറാനിലും കൂടുകയാണ്. ഇറാനിൽ ഏതാണ്ട് 1500-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അപ്പുറത്ത് 1000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനോനിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എസ് കെ എൻ, ഗൾഫ് മേഖലയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വെടിനിർത്തലിനുള്ള സാധ്യത വിദൂരത്താണ്. എന്ന് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് മലയാളികൾ അവിടെയുണ്ട്. നമുക്ക് പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം, ഈ ജനവാസ കേന്ദ്രങ്ങളിലൊന്നും ആക്രമണം നടക്കുന്നില്ല. US-ൻ്റെ ഗൾഫിലുള്ള ബേസുകളിലാണ് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത്. എന്തായാലും ലാരിജാനി കൊല്ലപ്പെട്ടതോടെ റവല്യൂഷണറി ഗാർഡ്സ് വല്ലാത്ത രോഷത്തിലാണ്. കാരണം അവരെ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന, ഭരണകൂടവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന ഏറ്റവും സുപ്രധാന കണ്ണിയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇനിയും രൂക്ഷമാക്കും ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രായേലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് കെ എൻ, കാര്യങ്ങൾ
കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, പി ജെയിംസ്, താങ്ക് യു പി ജെയിംസ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആശങ്കപ്പെടുന്ന യുദ്ധകാല റിപ്പോർട്ടുകൾ വരുന്നു, സർക്കാരിനെയും അല്ലാതെ അലോസരപ്പെടുന്നുണ്ട്. സമൂഹ മാധ്യമത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിൻ്റെ പുതിയ നീക്കത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, INB തുടങ്ങിയ മന്ത്രാലയങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാർ നൽകുന്നുവെന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ IT മന്ത്രാലയത്തിന് മാത്രമാണ് സമൂഹ മാധ്യമ ഉള്ളടക്കം തടയാൻ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.